എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ ഇപ്പോൾ പുതിയതായിട്ട് 2 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ 2 അപ്ഡേറ്റ് ഏതൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അപ്ഡേറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത് പോലെ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജിൽ നമ്മൾ ലിങ്കുകളും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും യൂട്യൂബിൻ്റെ ആണെങ്കിലും നമ്മൾ ലിങ്കുകൾ ഷെയർ ചെയ്യുമായിരുന്നു. എന്നാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് ആരുടെ വീഡിയോ ആണെന്നും അത് എന്തിനെ പറ്റിയുള്ള വീഡിയോ ആണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. എന്നാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ നമുക്ക് സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് അറിയാവുന്നതാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബട്ടണിൽ പ്രസ് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീഡിയോയുടെ തന്നെ ലിങ്ക് ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ആ വീഡിയോയുടെ തമ്പനെയിലും അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ ഡിസപ്പിയറിംഗ് മെസ്സേജിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആദ്യം തന്നെ മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാവുന്നതാണ് ടൂൾസ് ടു സേവ് സ്പേസ് എന്ന് പറയുന്നത്. അതായത് അവിടെ തന്നെ ടേൺ ഓൺ ഡിസപ്പിയർ മെസ്സേജ് എന്ന് പറഞ്ഞ് കാണാം. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ കാണാം അപ്ലൈ ടൈമർ ടു ചാറ്റ്സ് എന്ന് പറഞ്ഞ്. അതായത് ആദ്യത്തേത് ഡിഫോൾട്ട് മെസ്സേജ് ടൈമർ എന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ. അതായത് അത് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പല ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 24 hours, 7 days, 90 days. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ എല്ലാവരുടെയും കോമൺ ആയിട്ട് എല്ലാവരുടെയും ചാറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു സമയപരിധിയിൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് അത് ഡിസപ്പിയർ ആയി പോകുന്നതാണ്. എന്നാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് താഴെ നിങ്ങൾക്ക് അപ്ലൈ ടൈമർ ടു ചാറ്റ്സ് എന്ന് പറഞ്ഞാൽ കാണാം. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് കുറച്ച് പേരെ മാത്രം നമ്മുടെ അയക്കുന്ന മെസ്സേജ് ഡിസപ്പിയർ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്തിരുന്നത്? അവരുടെ വാട്സപ്പ് അവരുടെ ചാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളവിടെ പ്രത്യേകമായിട്ട് ഓരോരുത്തർക്കും അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. എന്നാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ഡിസപ്പിയറിംഗ് മെസ്സേജ് ടൈമർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അവിടെ ഇപ്പോൾ ഞാൻ 90 days ആണ് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours ആണോ 7 days ആണോ 90 days ആണോ ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ 24 hours സെലക്ട് ചെയ്തു. 24 hours സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര പേരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം, നിങ്ങൾ എത്ര പേർക്ക് അയക്കുന്ന മെസ്സേജ് ഡിസപ്പിയർ ആയി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ളവർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന ടിക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെലക്ട് ചെയ്ത അത്രയും പേർക്ക് മാത്രം നിങ്ങൾ എത്ര ദിവസത്തേക്കാണെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് അത്രയും ദിവസം കഴിയുമ്പോൾ ആ ഒരു മെസ്സേജ് നിങ്ങൾ ഡിലീറ്റ് ആക്കാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ഡിസപ്പിയർ ആയി പോകുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് പലർക്കും പല സമയം നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓരോരുത്തരുടെ ചാറ്റിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഒരാൾക്ക് 7 days അല്ലെങ്കിൽ വേറൊരാൾക്ക് 24 hours അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ചാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പ്രത്യേകമായിട്ട് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.